യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരുന്നവരിലാണ് വിടുതലുകൾ സംഭവിക്കുന്നത്. എല്ലാവർക്കും വിടുതൽ ഇഷ്ടമാണ്, എല്ലാവർക്കും സൗഖ്യം പ്രാപിക്കാൻ സന്തോഷമാണ്, എല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പക്ഷേ എൻ്റെ സന്ദേശം, ആരാണ് അനുഗ്രഹീതരാകുന്നത്? ആരാണ് വിടുവിക്കപ്പെടുന്നത്? ആരാണ് സ്വർഗീയ പിതാവിനെ സ്നേഹസ്വരൂപനായ ആ പുത്രന്റെ നാമത്തെ സ്തുതിക്കുവാൻ യോഗ്യരായവർ? സങ്കീർത്തനക്കാരനായ ദാവീദ് താൻ സങ്കീർത്തനം എഴുതുമ്പോൾ 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശാക്കും. അന്ധകാരത്തെ പ്രകാശാക്കാൻ ദേശക്കാർ മുഴുവനും അറിയണം, പ്രകാശത്തിന്റെ ഉടമസ്ഥനായ സർവശക്തനായ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, 1 യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, അവൻ വെളിച്ചാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ മെസ്സേജിൽ ഒത്തിരി ഡെലിവറൻസുകൾ ഇതിൽ നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ പ്രധാനമായും നടക്കേണ്ട ഡെലിവറൻസ് ഇരുട്ടിനകത്തുനിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. കാരണം ഇരുട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കും. ഇരുട്ട് നിങ്ങളുടെ വേഗതയെ കുറയ്ക്കും. ഇരുട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ നശിപ്പിക്കും. ഇരുട്ട് നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കും. ശരിയല്ലേ? ഒരു മുറിക്കകത്ത് വിഭവസമൃദ്ധമായ സദ്യയും ആഹാരവും പലഹാരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഇരുട്ട് പിടിച്ച മുറിയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഭക്ഷണവും നിങ്ങൾക്ക് കണ്ട് എടുത്തു കഴിക്കാനോ സന്തോഷിക്കാനോ കഴിയില്ല. നിങ്ങൾ വാഹനം ഓടിച്ചോണ്ട് പോകുമ്പോൾ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓഫായി പോയാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇരുട്ട് നിങ്ങളുടെ വഴികളെ തടയും. ഇരുട്ട് നിങ്ങളുടെ വേഗതകളെ കുറയ്ക്കും. ഇരുട്ടുള്ളപ്പോ വേഗത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ പെട്ടെന്നൊരു ടോർച്ചോ ഒരു മെഴുകുതിരിയോ കത്തിച്ചാൽ പെട്ടെന്ന് നമ്മുടെ സ്പീഡ് കൂടും. ഇരുട്ട് നിങ്ങളെ ലോക്ക് ചെയ്യുന്നതാണ്. ഇരുട്ട് നിങ്ങളെ ബന്ധിക്കുന്നതാണ്. ഇരുട്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ബൈബിൾ തുടങ്ങുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമി പാഴായിരുന്നു, ഭൂമി ശൂന്യമായിരുന്നു. കാരണം ആഴത്തിൽ ഇരുളായിരുന്നു. ഇരുളായിരുന്ന ഭൂമിയിൽ, ഇരുട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ സാധ്യതകളില്ലായിരുന്നു. ചേർന്ന് ആമേൻ പറയാമോ? ഇരുള് നിറഞ്ഞ അനുഭവങ്ങളിൽ സാധ്യതകൾ ഇല്ലാതെയായി തീരുന്നു. ചേർന്ന് പറഞ്ഞ് ഇരുട്ടിന്, ഉറക്കെ പറഞ്ഞ് ഇരുട്ടിന് എന്റെ നന്മകളെ തടയാൻ കഴിയും. താങ്ക് യു പാസ്റ്റർ. ഇരുട്ടിന് എന്റെ നന്മകളെ തടയാൻ കഴിയും. ഇരുട്ടിന് എന്റെ വേഗതകളെ കുറയ്ക്കാൻ കഴിയും. ഇരുട്ടിന് എന്റെ കാഴ്ചപ്പാടുകളെ മറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഉൽപ്പത്തി 1:4 സ്വർഗത്തിലെ ദൈവം വെളിച്ചം ഉണ്ടാക്കിയിട്ടൊരു വാക്ക് അവിടെ പറഞ്ഞു. എന്നാന്നറിയോ? വെളിച്ചം നല്ലത് എന്നവൻ കണ്ടു. സ്തോത്രം. വെളിച്ചം നല്ലത് എന്ന് അവൻ കണ്ടു. വേദപുസ്തകത്തിനകത്ത് ദൈവം തന്നെ നല്ലത് എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ വാക്ക് അതാണ്: വെളിച്ചം നല്ലത് എന്നവൻ കണ്ടു. പാഴായിരുന്ന ഭൂമിയിൽ, ഇരുളായിരുന്ന ഭൂമിയിൽ, ശൂന്യമായിരുന്ന ഭൂമിയിൽ സർവശക്തനാകുന്ന ദൈവത്തിന് സകല നന്മയും കൊണ്ടുവരാൻ ദൈവം ആദ്യം എടുത്ത സ്റ്റെപ്പ്, ആദ്യത്തെ നടപടി, ദൈവം വാ തുറന്നു പറഞ്ഞു, ലെറ്റ് there be light, and there was light. വെളിച്ചം ഉണ്ടാകട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ?
വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടാകാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ല. വെളിച്ചത്തിൽ വരാതെ, വെളിച്ചം വെളിപ്പെടാതെ വേറെ ഒരു നന്മയും വെളിപ്പെടത്തില്ല. ആമേൻ. ജീവിതത്തിൽ സകല നന്മയുടെയും തുടക്കം, സകല വിടുതലുകളുടെയും തുടക്കം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പാഴായ അവസ്ഥകൾ മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകൾ മാറണമെങ്കിൽ, ഞാൻ സ്നേഹത്തോടെ പറയുന്നു, ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരിക. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മതസ്ഥാപകനായിട്ടല്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ദൈവമായിട്ടല്ല. ഒറ്റ വാക്കാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ക്രിസ്തുവെങ്കിൽ അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല. ഇന്ന് രാത്രിയിൽ ഈ ക്രൂസൈഡിലൂടെ ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പ്രസംഗിക്കാനുള്ളൂ, ഒറ്റ കാര്യമേ പ്രസ്താവിക്കാനുള്ളൂ. ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരിക, ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരിക. രോഗസൗഖ്യം കിട്ടിയിട്ടും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വന്നില്ലെങ്കിൽ നിന്റെ ജീവിതം ശൂന്യവും പാഴുമായിരിക്കും. എന്തെല്ലാം നന്മകൾ ജീവിതത്തിൽ സ്വായത്തമാക്കിയാലും ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വന്നില്ലെങ്കിൽ ജീവിതത്തിൽ ശൂന്യത ഉണ്ടാകും. എന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചാൽ, ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നീ വന്നാൽ, വേറെ എല്ലാം നിന്റെ ജീവിതത്തിൽ തനിയെ കടന്നു വരും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറഞ്ഞ് ജീവിതത്തിൽ നടക്കേണ്ട വിടുതലുകൾ നടക്കും, സൗഖ്യങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. ആ കൈകളെ തട്ടി ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തുതിച്ചേ.